ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു, സ്ഥലം കോളിക്കടവ്. എൻ്റെ മോന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ്റെ തലയുടെ പുറകുവശത്ത് 2 ഞരമ്പുകൾ കൂട്ടിപ്പിണഞ്ഞു കിടക്കുകയായിരുന്നു. ചുറ്റിനും നീർക്കെട്ടും തലയോട്ടിക്ക് വിള്ളലുമുണ്ടായിരുന്നു. എല്ലാവരെക്കാളും തലയുടെ പുറകുവശത്തെ എല്ലിന് നല്ല വലിപ്പവുമായിരുന്നു. AKGയിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ വിജയിക്കാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവനെല്ലായ്പ്പോഴും BP വളരെ കൂടുതലായിരുന്നു. അവന് 12 വയസ്സായിരുന്നു പ്രായം. AKGയിൽ നിന്ന് ഡോക്ടർ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് പോകാൻ ഡേറ്റ് തന്നു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയി വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ AKGയിൽ നിന്നും സ്കാൻ ചെയ്തത് കൂടാതെ അവിടുന്നും സ്കാൻ ചെയ്തു. അവർ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് തന്നു. അച്ഛനെ ഞങ്ങൾ വീണ്ടും വന്നു കണ്ടു. 21 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷന് മുമ്പ് 21 ആഴ്ച ഇല്ലാതിരുന്നതിനാൽ 21 ദിവസം ദിവ്യകാരുണ്യത്തിനും ബന്ധിതനായ ഈശോയുടെയും മുമ്പിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവനെയും കൂട്ടി ബുധനാഴ്ച തന്നെ പ്രേക്ഷിത വേലയ്ക്ക് ഞങ്ങൾ ഇവിടെ വരികയും ചെയ്തു. ഓപ്പറേഷൻ്റെ ഡേറ്റിന് തുടർന്ന് മെയ് 21 ആയിരുന്നു ആ ദിവസം. മെയ് 19 അച്ഛനെ കാണാൻ വീണ്ടും ഞങ്ങൾ വന്നു. അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശോ കൂടെയുണ്ട്, ധൈര്യമായി ഓപ്പറേഷന് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ വിജയിക്കുമെന്ന് ഉറപ്പില്ല. ഒന്നെങ്കിൽ കുട്ടി തളർന്നു പോകും, അല്ലെങ്കിൽ കണ്ണ് കാണാതെ വരും, ചെവി കേൾക്കാതെ വരും, അല്ലെങ്കിൽ BP കൂടി രക്തം കട്ടയായി ആ സമയം മരണം വരെ സംഭവിക്കും. 21/5/2024 ചൊവ്വാഴ്ച രാവിലെ 7:45 ഓപ്പറേഷന് വേണ്ടി ഒരുക്കുകയായിരുന്നു. ആ സമയം അവന് BP കൂടി. എൻ്റെ മോളും മോനും എൻ്റെ അച്ഛനും ആൻറ്റിയും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. 7:50 ആയപ്പോൾ റാപ്സൻ അച്ഛൻ ആദർശിന് വേണ്ടി പള്ളിയിൽ വരുന്നവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ച ആ സമയം അവന് BP കുറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. 9 മണിക്കൂറായിരുന്നു ഓപ്പറേഷൻ വിജയകരമായി നടന്നു. അവൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത 2 കുട്ടികൾ തളർന്നു പോയി. ഇവനൊരു കുഴപ്പവുമില്ലാതെ ഈശോ അവനെ സൗഖ്യപ്പെടുത്തി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷന് ശേഷം കാഴ്ച നഷ്ടപ്പെടും, കേൾവി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് ഒരു കുഴപ്പവുമില്ലാതെ കുഞ്ഞ് ഇപ്പോൾ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈയടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും സംഭവിക്കും കാലമല്ലോ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആൻസി, സ്ഥലം ഉള്ളിക്കൽ. എനിക്ക് 8 വർഷത്തോളം മൂക്കിൽ ദശ വളർന്ന ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആവിലായിൽ വന്ന് നിയോഗം എഴുതി കെട്ടിയിടുകയും മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. അതുപോലെ ഹൈന്ദവനായ എൻ്റെ ഒരു സുഹൃത്തിന് വൃഷണസഞ്ചിയിൽ വേദനയും മൂത്രത്തിൽ കല്ലുമായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർച്ച നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ ആ മകനെ ഈശോ പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാന്ദ്ര, സ്ഥലം കൂട്ടുപുഴ. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ 2ാം വർഷ നഴ്സിംഗ് പഠന സമയത്ത് എനിക്കൊരു മുട്ടുവേദന വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ MRI സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. റിസൾട്ട് വന്നപ്പോൾ മുട്ടിൻ്റെ കാർട്ടിലേജ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഡോക്ടർ വേഗം തന്നെ സർജറി ചെയ്യാൻ പറഞ്ഞു. സർജറിക്ക് ശേഷം 3 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം കോളേജിലേക്ക് പോയി. ഇടയ്ക്കിടെ നല്ല വേദന അനുഭവപ്പെട്ടിരുന്നു.
അപ്പോഴാണ് ഞാൻ എൻ്റെ മമ്മിയെയും കൂട്ടി ആവിലായിൽ വന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും മുട്ടുവേദന വരില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം 1 വർഷത്തോളമായി എനിക്കിതുവരെ മുട്ടുവേദന വന്നിട്ടില്ല. സർജറി കാരണം എനിക്ക് 2ാം വർഷത്തെ നേഴ്സിംഗ് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അതിനുശേഷം സപ്ലിമെൻ്ററി പരീക്ഷയും 1 മാസത്തെ വ്യത്യാസത്തിൽ 3ാം വർഷ നേഴ്സിംഗ് പരീക്ഷയും എഴുതി. ഇതിൽ 2ലും എനിക്ക് ഉന്നത വിജയം തന്ന ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷവും മാറാതിരുന്ന മുട്ടുവേദന കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ മാറിയതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിൻസ്. ഞാൻ എടൂരിൽ നിന്നും വരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ എനിക്ക് എറണാകുളത്തൊരു കമ്പനിയിൽ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ജോലിയുടെ തടസ്സം മാറി നല്ല ജോലി ലഭിക്കാം. കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഷാജി, സ്ഥലം പേരട്ട. ഞാൻ ആവില പള്ളിയിൽ വന്ന് 3 മാസമായി മുട്ടയിൽ വലിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് നട്ടെല്ലിന് സുഖമില്ലാതെ ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. നടക്കാനും സാധിക്കില്ലായിരുന്നു. പിന്നെ കുറേയേറെ ശാരീരിക പ്രശ്നങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയുമായിരുന്നു. അതും പ്രകാരം അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടെ വേദനകളെല്ലാം കുറഞ്ഞു. എൻ്റെ മകന് വിദേശത്ത് പോകാൻ പണം അടയ്ക്കുകയും അത് ഒരേജൻറ്റിൻ്റെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അവന് പോകാൻ സാധിച്ചില്ല. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം മകന് ഒരു ജോലി ശരിയായി. വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോഫിൻ മരിയ. ഞാൻ വരുന്നത് പെരുമ്പുന്നയിൽ നിന്നാണ്. ഈ പുണ്യഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനകാലത്ത് ആദ്യത്തെ 3 വർഷവും എനിക്ക് വിവിധ പേപ്പറുകൾ ലഭിച്ചില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ നിർദ്ദേശവും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും മുട്ടിലിഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് 1, 2, 3 വർഷത്തെ നഴ്സിംഗ് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ആദ്യത്തെ തവണ തോക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2ാമത് ടെസ്റ്റ് പാസ്സാകാനും സാധിച്ചു. എൻ്റെ ചേട്ടൻ്റെ IELTS എക്സാമിന് നല്ല സ്കോർ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീന, സ്ഥലം പാടാങ്കവല. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ വിദേശത്തോട്ട് പോകാൻ വിസയ്ക്ക് കൊടുത്തിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാനെപ്പോഴും ആവിലായിൽ വരുന്നയാളാണ്. ഏപ്രിൽ 17-ാം തീയതി വന്ന് പ്രാർത്ഥിച്ചു. മെയ് മാസത്തിലെങ്കിലും അവന് വിസ വരികയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 22-ാം തീയതി അവന് വിസ വരികയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിസാ തടസ്സം മാറാൻ നല്ല ജോലിയിലൊക്കെ കിട്ടാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് ലിസി,
പുറവകൽ ഇടവകാംഗമാണ്. എൻ്റെ അനുജിത്തിയുടെ മകൾ അൽമ ICSE +2 പരീക്ഷയിൽ തോക്കുമെന്ന് വിചാരിച്ചിരുന്ന കെമിസ്ട്രിക്ക് നല്ല മാർക്ക്, മൊത്തം 80% മാർക്ക് നൽകി ഈശോ അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ അനുജിത്തി ജിജിക്ക് കഴുത്തിന് വേദനയും തലവേദനയും കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടുതലാണെന്നും ഡോക്ടറെ കാണിച്ചപ്പോൾ പേടിക്കേണ്ട അസുഖമൊന്നുമില്ല എന്നും പറഞ്ഞു. ഡോക്ടറെ റിസൾട്ട് കാണിക്കുന്നത് വരെ 2 ദിവസം ഉറങ്ങാൻ പോലും സാധിക്കാത്ത ടെൻഷനായിരുന്നു. പക്ഷേ റിസൾട്ടിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ചതിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ഷംന. ഞാൻ ശ്രീകണ്ഠപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആവിലായിൽ വന്ന് വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ മോളും പങ്കെടുത്തു. അതിൻ്റെ ഫലമായി ആ ഫൈൻ അടയ്ക്കാതെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോന് പനിയും കഫക്കെട്ടും എല്ലാ ആഴ്ചയിലും വരികയും ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൻ്റെ പനി മാറിക്കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മേരി, വീട് എടൂര്. എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഇൻഷുറൻസിൻ്റെ പേപ്പർ തിരികെ ലഭിച്ചു. ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നായിരുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടാൻ ഇടവരുത്തിയതിനെ ഓർത്ത് അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥത്തിന് പ്രത്യേകം നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിബി VT. എൻ്റെ ഭാര്യ സ്മിത EJ. വിദേശത്ത് ജോലിക്ക് പോകാനായി പരിശ്രമിക്കുകയായിരുന്നു. സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ടുന്ന സമയത്ത് ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും തടസ്സങ്ങൾ എല്ലാം മാറുകയും ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പാസ്സായി വിദേശത്ത് പോകാനും സാധിച്ചു. ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസ്. എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ട് കൗണ്ട് തീരെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അച്ഛന് മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം അച്ഛൻ കണ്ടില്ല. രണ്ടാമത് മെസ്സേജ് അയച്ചപ്പോൾ അച്ഛൻ കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് കൗണ്ട് കൂടുകയും പനി പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ലിബിൻ. സ്ഥലം പൂളക്കുറ്റി. ഞാനൊരു തോട്ടം പാട്ടത്തിനെടുത്തതിൻ്റെ പൈസ കിട്ടാതെ വിഷമിച്ചപ്പോൾ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൈസ മുഴുവനായും എനിക്ക് തിരിച്ചു കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ചിന്നു. സ്ഥലം തേർമല. കഴിഞ്ഞ മെയ് മാസത്തിൽ കോട്ടയത്തിനടുത്ത് വെച്ച് ജില്ലാതല ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ ടീമിന് 1ാം സ്ഥാനം നൽകി ഈശോ അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ഷൈനി. മാങ്ങോട് നിന്ന് വരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത വിധം കാലിന് വേദനയായിരുന്നു. മെയ് 13-ാം തീയതി അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വ്യാഴാഴ്ച പള്ളിയിൽ വരാൻ പറയുകയും ചെയ്തു. എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ലീലാമ്മ, എടൂർ ഇടവകാംഗമാണ്. എനിക്ക് ഡെങ്കിപ്പനി പിടിച്ച് കവുണ്ട് കുറഞ്ഞു പോകുകയായിരുന്നു. 4 ആസ്പത്രികളിൽ കയറിയിറങ്ങി അവസാനം കണ്ണൂർ ബേബി മെമ്മോറിയലിലായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വേദന മാറ്റി തന്നാൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസത്തിനകം എൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടുകയും പനിയിൽ നിന്ന് സൗഖ്യം നൽകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ ഈശോയ്ക്ക് സ്തുതി. ഞാൻ ശ്രീകണ്ഠപുരത്തു നിന്നും മറിയാമ്മ. ഞങ്ങളുടെ വീട് സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നടപടിയായി. ഞാനിവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എഴുതി കെട്ടിയിടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് അടയ്ക്കേണ്ട തുക ഞങ്ങൾക്ക് അടയ്ക്കുവാനായി സാധിച്ചു. പലരും ഞങ്ങളെ സഹായിച്ചു. ജപ്തിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ചിതിൽ വിളിക്കാം. ഈശോയേ യേശുവേ സ്തുതി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് ഷൈനി, മാങ്ങോട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത വിധം കാലിന് വേദനയായിരുന്നു. ഞാൻ 13-ാം തീയതി അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ. ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയും എൻ്റെ കയ്യിൽ തന്നു. വ്യാഴാഴ്ച എനിക്ക് പള്ളിയിൽ ഇരിക്കാൻ ഒട്ടും സാധിക്കുന്നില്ലായിരുന്നു. ആരാധനയുടെ സമയം ഈശോ എൻ്റെ കാലിൻ്റെ വേദന എടുത്തു മാറ്റി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിതിൻ, സ്ഥലം കീഴ്പള്ളി. ആബിലായിൽ വന്ന് 3 വ്യാഴാഴ്ച ആരാധനയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ വിസ അപ്പോയിൻമെൻറ്റിന് ഡേറ്റ് കിട്ടുകയും എല്ലാ തടസ്സങ്ങളും മാറാതെ എനിക്ക് വിസ ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് ഷാൻഡി. ഞാൻ ആനപ്പന്നിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 33 ആഴ്ച വരികയും പ്രാർത്ഥനാ സഹായം എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകൻ ജോയലിന് നല്ലൊരു IT കമ്പനിയിൽ ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അഞ്ജു, ഇടപ്പുഴയിൽ നിന്നും വരുന്നു. എനിക്ക് ഡെങ്കി ഫീവർ വന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ 5 ദിവസം കണ്ടിന്യൂ വൊമിറ്റിംഗ് ആയിരുന്നു. മെഡിസിൻസ് പോലും ശരീരത്തിന് ഫലമാകാത്ത അവസ്ഥയിൽ ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛൻ ഞാൻ മെസ്സേജ് അയക്കുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ യൂട്യൂബിലെ രോഗശാന്ത ശുശ്രൂഷ കേൾക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കൗണ്ട് കൂടുകയും പിന്നെ 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ 2,90,000 കൗണ്ട് ആകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അഞ്ജു, എടപ്പുഴയിൽ നിന്നും വരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയും എല്ലാ പ്രോസസ്സിങ്ങും ഒത്തിരി ഡിലേ ആകാതെ ടിക്കറ്റ് വരികയും മെയ് 25-ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജോസഫ് ബിൻസൺ. ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിതെഴുതുന്നത്. എനിക്ക് 10ാം ക്ലാസ്സിൽ 90% കൂടുതൽ CBSEക്കും +2 പരീക്ഷയ്ക്ക് ഫുൾ A+ നേടുവാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന്റെ നാമം വിളിക്കാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയാനാണ് ഇതെഴുതുന്നത്. എനിക്കൊരു പാസ്പോർട്ട് എടുക്കുവാനായി ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നു. എല്ലായിടത്തും തടസ്സമായിരുന്നു. ഞാൻ അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും മാറി. എൻ്റെ മകൻ്റെ വിവാഹ തടസ്സവും മാറി. അവന് വിദേശത്ത് നല്ലൊരു ജോലിയും ലഭിച്ചു. ഒരു കുഞ്ഞിനെയും നൽകി ഈശോ അനുഗ്രഹിച്ചു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ ഉരുൾനേർച്ചയുടെ ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾനേർച്ചയുടെ 3 നിയോഗങ്ങളായിരുന്നു. ജോലി തടസ്സം മാറുക, വിവാഹം നടക്കുക, സന്താന സൗഭാഗ്യം ലഭിക്കുക. 3 കൃപകളും ലഭിച്ചത് ആ കുടുംബത്തിന് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജിസ്ന ഷിജിൽ. ഞാൻ കൊട്ടിയൂർ ഇടവകാംഗമാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഇതെഴുതുന്നത്. സെപ്റ്റംബർ 19-നാണ് എൻ്റെ 3ാമത്തെ കുഞ്ഞുണ്ടാവുന്നത്. അവനുണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോൾ മുതൽ എനിക്ക് വൈറൽ പനിയും ജലദോഷവും തുടങ്ങി. മക്കൾക്ക് ഓരോരുത്തർക്കായി പനിയായി. ചെറിയ കുഞ്ഞിനും പനിയായി. ശ്വാസം മുട്ടലും പനി കൂടി ശ്വാസം മുട്ടലും തടസ്സവുമായി ന്യൂമോണിയയായി. കഫമെല്ലാം വലിച്ചു കളയാനുള്ളത് കൊണ്ട് എനിക്ക് ആസ്പത്രിയിൽ കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. റാപ്സനച്ചനെ വിളിച്ചു പറഞ്ഞപ്പോൾ കുഞ്ഞിന് ഒന്നും ഉണ്ടാവാതെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. പിറ്റേന്ന് അവനെ DICUവിൽ നിന്ന് NICUവിലേക്ക് മാറ്റി. 5 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. 4 മണിക്കൂറായപ്പോഴേക്കും അവന് ശ്വാസം കിട്ടാതെയായി. പിന്നെയും വെന്റിലേറ്ററിലാക്കി. എന്നെ വിളിച്ച് കുഞ്ഞിന് സീരിയസ് ആണ്, അവന് വെയിനൊന്നും കിട്ടുന്നില്ല, സെൻട്രൽ വെയിൻ ഇടണം, ബ്ലഡ് കയറ്റണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പിന്നെയും മാറ്റി നോക്കി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നെ റൂം എയറിൽ 3 ദിവസം കിടത്തി. ട്യൂബിൽ പാല് കൊടുത്തു. അത് കഴിഞ്ഞ് 1 ദിവസം ഡയറക്റ്റായിട്ട് പാല് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞ് പാൽ കൊടുത്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് മുതൽ കുഞ്ഞിനെ പാല് കൊടുക്കാൻ എനിക്ക് പുറത്തേക്ക് തരാൻ തുടങ്ങി. 2 ദിവസം കൂടെ കഴിഞ്ഞ് അവനെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ 22ാമത്തെ ദിവസം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത്. കുഞ്ഞിന് സീരിയസ് ആയി കിടന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും കുഞ്ഞിന് സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പല പ്രാവശ്യം ആ കുഞ്ഞിനു വേണ്ടി ഇവിടെ ശുഭരാത്രി വചന ശുശ്രൂഷയിലും വ്യാഴാഴ്ചയിലുമൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞങ്ങൾ ചുങ്കക്കുന്നിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുരാജ്.
ചാച്ചന് വേണ്ടി സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചാച്ചന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തടസ്സം നേരിട്ടു. അതേ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും എൻഡോസ്കോപ്പി നിർദ്ദേശിച്ചു. എൻഡോസ്കോപ്പി കടക്കാതെ വരികയും ചെയ്തപ്പോൾ ഒരു CT സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ തൊണ്ടയിൽ ഒരു മുഴ കണ്ടു. അത് ബയോപ്സി കഴിച്ചപ്പോൾ അത് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. ഞങ്ങൾ ഉടനെ NBR ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 35 റേഡിയേഷനും 5 ഹീമോയും വേണമെന്ന് പറഞ്ഞു. അത് തുടർന്ന് മാർച്ച് മാസത്തിൽ ഞങ്ങൾ റാംസൺ അച്ഛൻ വന്ന് കാണുകയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. 35 റേഡിയേഷനും 1 ഹീമോയും ഒരു തടസ്സം കൂടാതെ നടത്തി. ഇന്ന് 1 വർഷം പൂർത്തിയായപ്പോൾ CT സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതായി കണ്ടു. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി അറിയിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ചതിൽ വിളിക്കാം. ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എന്നാലും തിങ്കളാഴ്ചയോ ഞായറാഴ്ച വാക്കറിൽ വന്നത് 1-ാം തീയതി, ജൂൺ 1-ാം തീയതി വാക്കറിൽ വന്ന സഹോദരിയാണ് ഇപ്പോൾ വാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പേര് ഗ്രേസി. ഞാൻ ക്ലീനറയുടെ അംഗമാണ്. ഞാൻ ജനുവരി 20-നാണ് വീണത്. ഫ്ലാറ്റുപുറത്ത് തീർച്ചു വീണ് കുറ്റിയുടെ അസ്ഥി പൊട്ടിയായിരുന്നു. ഇരട്ടി നിഗലിയിൽ കാണിച്ചപ്പോൾ ബ്ലാസ്റ്റർ ഇട്ടു. അത് ഇൻഫെക്ഷനായി കാലെ കൊമളയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ആശുപത്രിയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മംഗലാപുരം പോയി. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ കാല് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഒരാഴ്ച കിടന്ന് കാല് പൊക്കി വെച്ച് കിടന്നു. വീണ്ടും കാലിന് ഇൻഫെക്ഷൻ കൂടി. വീട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു. വേദന കൊണ്ട് സഹിക്കാൻ വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇരട്ടിയിലെ സ്കൈയിൽ പോയി കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു 1 വർഷത്തേക്ക് വേദനയും ഉണ്ടാകും, നീരും ഉണ്ടാകും എന്ന് പറഞ്ഞു. എനിക്ക് ഒരു അടി പോലും വെക്കാനും പറ്റുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ 1-ാം തീയതി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കാലിൽ സ്പർശിച്ചിട്ട് ആനാമള്ളം തന്നു പറഞ്ഞു. വേദനയുള്ളടത്ത് പുരട്ടാൻ പറഞ്ഞു. പുരട്ടി. അച്ഛൻ എൻ്റെ കയ്യെ പിടിച്ച് സ്റ്റെപ്പ് പയ്യെ ഇറക്കി. വാക്കർ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൽക്കുരിശിൻ്റെ അവിടം വരെ കൈയടിച്ച് ഈശോയെ സ്തുതിച്ചു പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ 3 പ്രാവശ്യം എൻ്റെ കാലിൽ എന്തോ ആണി തറഞ്ഞു കയറുന്ന പോലെ അനുഭവപ്പെട്ടു. അവിടെ തിരിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഞാൻ ഇതുവരെയും വാക്കറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസൺ അച്ഛനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കുർബാനയ്ക്ക് 9 മണിയുടെ കുർബാനയ്ക്ക് ഈ സഹോദരി ഇരുന്നപ്പോൾ കാല് താഴേക്ക് വെക്കാൻ പറ്റാതെ കാല് വേറൊരു കസേരയിൽ പൊക്കി വെച്ചാണ് കുർബാനയുടെ സമയത്ത് മുഴുവനും ഇവിടെ ഇരുന്നിരുന്നത്. വാക്കറിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വേദന 1 വർഷം മാറുകയില്ല എന്ന ഗ്യാരണ്ടി കിട്ടിയിരുന്നതാണ്. അല്ലേ? ഗ്യാരണ്ടി പോയി. ഹല്ലേലൂയ. അന്ന് തന്നെ കർത്താവ് വാക്കറില്ലാതെ നടക്കാൻ, കാലുകുത്തി നടക്കാൻ കർത്താവ് കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചെയ്യാതെ തന്നെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പയ്യാവൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോന് വേണ്ടിയുള്ള സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. അവൻ്റെ 5-ാം മാസത്തിൽ ആദൽ എന്നാണ് മോൻ്റെ പേര്. അവർ 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഈ ചുണ്ടിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകെ വിഷമത്തിനും അങ്ങനെ പിന്നെ വളരെയധികം വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ പള്ളിയിലെ ബന്ധിതനായ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മോനുണ്ടായപ്പോൾ ഗ്യാപ്പോടുകൂടി തന്നെയാണ് വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം കാരണം
അവന് 6-ാം മാസമാണ് സർജറി പറഞ്ഞത്. അത് വളരെ നേരത്തെ ഒരു 3.5 മാസത്തിൽ തന്നെ ചെയ്യാൻ പറ്റി. ഇത് ഈശോയുടെ സഹായത്താൽ അത് ചെയ്യാൻ പറ്റിയെന്ന് കുറച്ച് വിശ്വസിക്കുന്നു. ഈ പള്ളിയിൽ വന്ന് അച്ഛനെ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കാമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ ഇവിടെ വന്നതാണ്. മോൻ്റെ പേര് ആദൽ മോൻ. ആദൽ മോൻ്റെ എന്നാണ് മോൻ്റെ. എൻ്റെ പേര് സനീഷ് എന്നാണ്. ഞങ്ങൾ പയ്യാവൂർ ചന്ദനക്കാമ്പാറ എന്ന് വരുന്നതാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടി യേശുനാമത്തിൽ. ഉറക്കെ വിളിച്ചോ ഈശോയേ. നിങ്ങളോടാണ് പറഞ്ഞത്, ഉറക്കെ വിളിച്ചോളെ. ഉറക്കെ വിളിച്ചേ ഈശോയേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിവിധ ജോജോ. ഞാൻ ചുള്ളിയോടുന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. മോൻ്റെ പേര് ജോഹാൻ ജെ ജോജോ. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ 3-ാം മാസത്തെ ഡെൽമോർക്കർ ചെക്കപ്പിൽ ആ ടെസ്റ്റിൽ കുറച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. കൊച്ച് ചിലപ്പോൾ മന്ദബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ വളർച്ചക്കുറവുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു പിന്നെ കൊച്ചിന് കുഴപ്പമൊന്നും വരില്ല, അടുത്ത ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേനും അത് ഓക്കെ ആകും. എന്നിട്ടൊരു ജപമാല തന്നു. 500 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി, വയറിന് ജപമാല കൊന്ത വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. കൊന്ത വെച്ചിട്ട് ഉദരത്തിലുള്ള ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥന 500 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചൊല്ലായിരുന്നു. 5-ാം മാസത്തെ അനോമലി സ്കാനിൽ വീണ്ടും പിന്നെ നോക്കുമ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ തലയിൽ ഒരു വശത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. അത് റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോൾ അച്ഛനോട് വന്ന് ഞാൻ വീണ്ടും പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? അച്ഛൻ എന്നോട് പറഞ്ഞു ആ പ്രാർത്ഥന 500 എന്നുള്ളത് 1000 പ്രാവശ്യം ചൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന 1000 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലി. റിപ്പീറ്റ് സ്കാനിൽ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 7-ാം മാസത്തെ സ്കാനിങ് ആകുമ്പോഴത്തേനും വീണ്ടും പിന്നെ ഫ്ലൂയിഡ് അധികമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടിരുന്നു. 9-ാം മാസത്തെ സ്കാനിങ് ആകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല, കൊച്ചിനും ഒരു കുഴപ്പമില്ല, ഇനിയൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡെലിവറി ടൈമായി, നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെയിറ്റ് ചെയ്തു അവസാനം അത് എന്തോ പ്രശ്നമായി. അങ്ങനെ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ എടുത്തപ്പോൾ കൊച്ചിന് പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ എന്നും ആവിലാമ്മയുടെ പ്രാർത്ഥനയിലായിരുന്നു. അവിടെ കിടന്നു ഞാൻ ആവിലാമ്മയുടെ പ്രാർത്ഥന. ലേബർ റൂമിൽ നിന്നും ഞാൻ ആ കൊന്തയും കൊണ്ട് ആ ലേബർ റൂമിൽ കയറിയ സിസ്റ്റർമാർ എന്നോട് പറഞ്ഞാൽ കൊന്ത കയ്യിൽ മുറുകെ പിടിച്ചോളെ. പ്രസവിക്കാൻ പറ്റാഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ മാത്രമേ അവർ കൊന്ത മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഇവനെ പ്രസവിച്ചപാട് മോനെയും കൊണ്ട് ഓക്സിജൻ്റെ കുറവുള്ളതുകൊണ്ട് നേരെ കണ്ണൂരേക്ക് കൊണ്ടുപോയി. ഞാൻ പേരാവൂർ തന്നെ ആശുപത്രി കിടന്നു. അവിടുന്ന് കണ്ണൂരിൽ നിന്ന് അവർ പറഞ്ഞു പിന്നെ വെൻറ്റിലേറ്ററിൽ വെക്കണം, അതുകൊണ്ട് പരിയാരത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മോനെ ഒന്ന് പരിയാരത്ത് കൊണ്ടുപോയി. ഒരു ദിവസം വെൻറ്റിലേറ്ററിൽ വെച്ചു, 5 ദിവസം ICUവിൽ. 5-ാമത്തെ ദിവസം ഞാൻ പേരാവൂരിൽ നിന്ന് ഡിസ്ചാർജായി നേരെ പരിയാരത്തേക്കാണ് പോയത്. അവിടെ 8 ദിവസം കിടന്നു. അവിടുന്ന് ഡിസ്ചാർജായി വരുമ്പോൾ മോന് ചെറിയ ഷിവറിങ് പോലെ, കയ്യിലും കാലിലൊക്കെ വിറയൽ പോലെ. ഞാൻ ആവിലാമ്മയുടെ പ്രാർത്ഥന ആവിലാമ്മനെ മനസ്സിൽ ധ്യാനിച്ച് എന്നും ചൊല്ലി. അത് പിന്നെ ഇടക്കുണ്ടായി. വീണ്ടും ഞങ്ങൾ പേരാവൂർ സ്റ്റിച്ച് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പരിയാരത്തേക്ക് പോക്കോളേം, കൊച്ചിന് ശ്വാസം മുട്ടലാന്ന്. അങ്ങനെ വീണ്ടും പരിയാരത്ത് കൊണ്ടുപോയി. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷിവറിങ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അപസ്മാരത്തിൻ്റെ ലക്ഷണമായിരിക്കും എന്ന് പറഞ്ഞു. മഞ്ഞ ചെക്ക് ചെയ്യാൻ ഇരട്ടിയിൽ വന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു അപസ്മാരത്തിൻ്റെ ഇതായിരിക്കും, അതുകൊണ്ട് EG ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പരിയാരത്ത് പോയി. 3-ാമത്തെ പ്രാവശ്യം പോയപ്പോൾ 5 ദിവസം കിടത്തി. ICUവിൽ 3 ദിവസം കിടന്നു. എന്നിട്ട് അവർ EG ചെയ്തു. EGയിൽ ഒരു കുഴപ്പമില്ല. MRI ചെയ്തു, അതിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ മരുന്നും അവർ ചെറിയ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു. ഇനിയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അച്ഛനെ കാണാൻ ഞങ്ങൾ ഞായറാഴ്ച വന്നായിരുന്നു. അച്ഛൻ മോനെ കൊണ്ട് പ്രാർത്ഥിച്ചു. അവന് ഇതുവരെ ഇപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇപ്പം കൊച്ചു നന്നായിരിക്കുന്നു. ആവിലാമ്മയുടെയും ബന്ധിതരായ ഈശോയുടെ അച്ഛൻ്റെ അനുഗ്രഹം എപ്പോൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ടാകാൻ ഉള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സഹോദരി വന്നത്. ഉദരത്തിലുള്ള കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി.
അതുപോലെ നമുക്കറിയാം ഡൗൺ സിൻഡ്രോം ഉള്ള ആണ് എന്നൊക്കെ 3-ാം മാസത്തിലെ സ്കാൻ റിപ്പോർട്ട് വന്നാൽ ഉള്ള മെഡിക്കൽ സജഷൻ എന്തായിരിക്കും എന്ന് അല്ലേ, എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അതുകൊണ്ട് പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഉള്ള സജഷൻസ് ഒക്കെ നൽകുകയും കുഞ്ഞിനെ വേണ്ട എന്ന് വയ്ക്കാനുള്ള സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് 5-ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും അതിലും വലിയ പ്രശ്നം, തലയിൽ ബ്രെയിനിൽ ഫ്ലൂയിഡിൻ്റെ അക്യൂമുലേഷൻ കൂടുതലാണെന്നുള്ള പ്രശ്നം, 7-ാം മാസത്തിൽ ഫ്ലൂയിഡ് അധികമാണെന്നുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഈ പ്രതിസന്ധികളെല്ലാം കർത്താവിൽ ആശ്രയിച്ച് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ ഉദരത്തിലുള്ള കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ് എന്ന് ഏറ്റുപറയുകയും ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഇപ്പോൾ നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്രയിക്കുന്നത് മരുന്നിലോ ലേപനങ്ങളിലോ ഔഷധങ്ങളിലോ അല്ല, കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ ശക്തിയിലും കർത്താവിൻ്റെ സ്നേഹത്തിലുമാണ്. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ കുഞ്ഞാണ് കർത്താവ് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ായിരിക്കട്ടെ. എൻ്റെ പേര് ജസ്റ്റീന, ഞാൻ ശ്രീകണ്ഠാപുരത്തു നിന്ന് വരുന്നു. എൻ്റെ മോന് സ്കൂളിൽ നിന്ന് വീണതിൻ്റെ ഫലമായിട്ട് അവന് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഓർത്തോനെ കാണിച്ചപ്പോൾ ഓർത്തോ പറഞ്ഞത് ഇത് 7 വയസ്സിലും 8-9 വയസ്സ് വരെ വരുന്ന ഒരു ആൺകുട്ടികൾക്ക് വരുന്ന ഒരു പെർത്തിസ് എന്ന് പറഞ്ഞ ഡിസീസാണ്. അത് ഒരു ഓപ്പറേഷൻ ചെയ്യാതെ പറ്റിയായിരുന്നു പറഞ്ഞു. അങ്ങനെ പരിഹാരത്തിൽ ഞങ്ങൾ പോയി അഡ്മിറ്റായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച നമുക്ക് വെയിറ്റ് ഇട്ട് കിടക്കാമെന്ന് പറഞ്ഞു. വെയിറ്റ് ഇട്ട് കിടന്നിട്ട് അവൻ്റെ ആ മൂവ്മെൻറ്റ്സ് ശരിയാകാൻ വേണ്ടിയിട്ടായിരുന്നു, ആ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ടും അത് മൂവ്മെൻറ്റ്സ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞാൽ പിന്നെ അഡ്മിഷനായിട്ട് നമുക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കാലിന് നീളം കുറയും, അതാണ് പറഞ്ഞത്. പിന്നെ അത് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ ഒന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഈശോ സൗഖ്യപ്പെടുത്തിയെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്നാലും ഒന്ന് മെഡിക്കൽ ലീഗുമായിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് MRI ഒക്കെ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതിൻ്റെ ഫലമായി ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ഡോക്ടർ പിന്നെയും പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഡോക്ടറെ മാറ്റി കാണിച്ചു, കണ്ണൂർ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാമെന്ന്, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഇതൊരു റെയർ കേസ് ആയതുകൊണ്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം വന്ന് ഭയങ്കര പഠിത്തവും ഇത് ഇപ്പം തന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അച്ഛനെ ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു ഒപ്പീനിയൻ എടുത്തു. മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇവന് ഒരു കുഴപ്പവും ഇല്ല, എല്ല് പുറത്തോട്ട് വന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി, അവന് ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് അവനോട് ഒരുപാട് ഓടരുത് ചാടരുത്, ആ ഒരു കണ്ടീഷൻ മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ, അവന് ഒരു കുഴപ്പമില്ല, ഈശോ ഇപ്പം സൗഖ്യപ്പെടുത്തി വന്നിരിക്കുക. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയേ. എഡ്വിൻ എന്നാണ് കൊച്ചിൻ്റെ പേര്. എഡ്വിൻ മോൻ ഇവിടെ വന്നത് നടക്കാൻ പറ്റാതെ അല്ലേ, ഭയങ്കര വേദനയായിട്ടാണ് എഡ്വിൻ ഇവിടെ വന്നത്. എൻ്റെ കർത്താവേ, യെസ്, എഡ്വിൻ ഇവിടെ വന്നത് നടക്കാൻ പറ്റാതെയാണ്. കരയൊന്നും വേണ്ട, അത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് എഡ്വിൻ ഇവിടെ വന്നത്. വന്ന അന്ന് തന്നെ എഡ്വിൻ്റെ വേദനയൊക്കെ മാറി. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്, അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ താമസിച്ചത്. ഇപ്പോൾ അവനൊരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉള്ള മെഡിക്കൽ റിപ്പോർട്ട് അവസാനം കിട്ടി. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, വലിയൊരു അത്ഭുതമാണ്, വലിയൊരു മിറക്കിളാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ കർത്താവ് കുഞ്ഞിനെ അത്ഭുതകരമായിട്ട് തൻ്റെ കരം നീട്ടി യേശുനാമത്തിൻ്റെ ശക്തിയിൽ
സുഖപ്പെടുത്തി ഇതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷ്ലൻ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ UK നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് 5 വർഷമായിട്ട്. ലാസ്റ്റ് ഇയർ ഒരു മാർച്ച് ആയപ്പോൾ ഞാൻ 3 months പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ടൈമിൽ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റാന്ന് തോന്നണേ, വേറെ പ്രശ്നമൊന്നുമില്ല, അതെല്ലാവർക്കും ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ അങ്ങനെ വലുതായിട്ട് അത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ സ്കാൻ ചെയ്ത സമയത്ത് അവർക്കൊരു ചെറിയൊരു സംശയം പോലെ തോന്നി, ഇതെന്താ പ്രഗ്നൻസി റിലേറ്റഡ് ചേഞ്ച് ആണോ അതെയോ ക്യാൻസറസ് ആണോ എന്ന് അവർക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ എങ്കിലും ക്യാൻസറസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ഒരു 14 days അവർ ബയോപ്സിക്ക് അയച്ചിട്ട് ഒരു 14 days സമയം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആവിലായിൽ അച്ഛനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു റിലേറ്റീവ് വഴി. അപ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു, അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ ഉദരത്തിൽ വളരുന്നത്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവം അതിനെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1000 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അച്ഛൻ്റെ ആന്തരിക സൗഖ്യധാന്യം യൂട്യൂബിൽ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ആ ഒരു 14 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന ആ ഒരു സമയത്ത് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ ആ 14 days കഴിഞ്ഞിട്ട് ആ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായി. മാതാവിൻ്റെ അനുഗ്രഹവും ഈശോയുടെ അനുഗ്രഹവും ഞാൻ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല എനിക്ക് ദൈവത്തിനോട് കൂടുതൽ അടുക്കാനായിട്ട് ദൈവം തന്ന ഒരു അനുഭവമായിട്ട് ഞാൻ ആ ഒരു സിറ്റുവേഷനെ ഇതിന് ഞാൻ കരുതുന്നു. ഇന്ന് എൻ്റെ കൊച്ചിന് 8 മാസം പ്രായമുണ്ട്. അടുത്ത മാസം ഈ മാസം അവസാനം ഞാൻ തിരിച്ച് UK പോവുകയാണ്. അപ്പോൾ ദൈവം തന്നെ അനുഗ്രഹത്തിനെ ഓർത്ത് അച്ഛനോടും ഒരുപാട് നന്ദി പറയുന്നു, പ്രാർത്ഥിച്ചതിനും അനുഗ്രഹത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 2ാം മാസത്തിലല്ലേ 3ാം മാസത്തിൽ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കാണുകയും അത് ക്യാൻസറസ് ആണ് എന്ന് ഒരു നിഗമനത്തിൽ, പ്രഥമ നിഗമനത്തിൽ എത്തുകയും കാർസിനോമയാണ് എന്ന നിഗമനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു. അത് ക്യാൻസറസ് ആണെങ്കിൽ ഇനി പ്രഗ്നൻസി തുടരാൻ പറ്റുകയില്ല, അതായത് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. അതിൻ്റെ നല്ലൊരു വാക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ അബോർഷൻ നടത്തണം എന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ കസിൻ്റെ മകളാണ്, തലക്കൽ ബെന്നിച്ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ ബെന്നിച്ചേട്ടൻ വഴി ഫോൺ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. കർത്താവ് ബ്രസ്റ്റിലുണ്ടായിരുന്ന ആ മുഴ ചുരുങ്ങാൻ, സാധാരണ രീതിയിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോണുകൾ വേരിയേഷനുമായി ബന്ധപ്പെട്ട് മുഴ വളരുകയാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നു. പക്ഷേ ആ മുഴ ചുരുങ്ങാനും അത് ക്യാൻസറസ് അല്ല എന്ന്, ഫൈബ്രോയിഡിൻ്റെ ഒരു വകഭേദമാണ് എന്ന് കണ്ടെത്താനും പ്രഗ്നൻസി തുടരാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാനും ഈശോ കൃപ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. മകള് UK നിന്ന് അവധിക്ക് വന്നപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഇന്നലെ യാത്ര ചെയ്ത് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയതാണ്. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. പ്രൈസ് ദി ലോർഡ്. ശരി, എൻ്റെ പേര് സംഗീത. ഞാൻ വിളമന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 2024 മെയ് മാസം അച്ഛനെ കണ്ട് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി, ജൂൺ മാസം തൊട്ട്. അത് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ മാസം ആയപ്പം B1 എത്തി. അപ്പം ഞാൻ 2 പരീക്ഷ എഴുതി നോക്കാം എങ്ങനെ ഉണ്ടാവും. കാരണം ജർമ്മൻ പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ലാത്ത കാരണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ
ജർമ്മ ഡേറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ എല്ലാവർക്കും ഡേറ്റ് കിട്ടി, എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് മാത്രം എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ല. പല സ്ഥലത്ത് നോക്കി, ട്രിവാൻഡ്രം, കേരളത്തിൽ നോക്കി, മറ്റേ ഡൽഹി, പൂനെ എല്ലായിടത്തും നോക്കി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഡേറ്റ് കിട്ടുന്നില്ല. ഞങ്ങളുടെ ഡേറ്റ് എടുത്ത് പകുതി ആയി, പേയ്മെൻ്റ് ആകുമ്പോൾ പേയ്മെൻറ്റ് ഫെയിലായി പോവുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാവില്ല അമ്മയോട് എനിക്ക് ഡേറ്റ് എടുത്ത് തരണം. അങ്ങനെ നവംബർ 19 ജനുവരി 15 ഡൽഹിയിൽ എനിക്കും അവൾക്കും മാതാവ് ഡേറ്റ് എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോയി, പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോയി. അന്ന് ജനുവരി മാസം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നല്ല തണുപ്പും ഉള്ള സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 10 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം, 10:30 പരീക്ഷ എഴുതണം. അപ്പം അവിടെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടപ്പോൾ ഞങ്ങൾ 8:15 കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. കാരണം അവിടെ ഊബർ വരണമെങ്കിൽ ഈ തണുപ്പ് കോട കാരണം ഊബറിന് വരാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു. പക്ഷേ എന്തോ ഊബർ താമസിച്ച് 9 മണി കഴിഞ്ഞു ഊബർ എത്തുമ്പം. അവിടെ എത്തണമെങ്കിൽ വേണം 1 മണിക്കൂർ യാത്ര. അപ്പം എന്ത് ചെയ്താൽ 10 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തത്തില്ല. നല്ല കോട കാരണം വണ്ടി പോകുന്നുമില്ല, പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് വിളിച്ച് ഞങ്ങൾ എക്സാമിനറിനെ വിളിച്ച് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി സംസാരിച്ച് കുറേ നേരം പിന്നെയും വിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ രണ്ടുപേരും കരയുമായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം 10,20,000 രൂപ മുടക്കി ഞങ്ങളിപ്പോൾ 2 പരീക്ഷ എഴുതാൻ പോയതാണ്. അപ്പം മാതാവിന് കൊന്ത എത്തിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റി. പക്ഷെ റിസൾട്ട് വന്നപ്പം അവൾ 2 എണ്ണത്തിന് പാസ്സായി, എനിക്ക് ഒരൊറ്റ മാർക്കിന് ഞാൻ 1 എണ്ണം ഫെയിലായി. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പിറ്റത്തെ മാസം എനിക്ക് പെട്ടെന്ന് ബാക്കി 2 എണ്ണത്തിന് ഡേറ്റ് കിട്ടി, അതും 1 എണ്ണം പാസ്സായി, 1 എണ്ണം 6 മാർക്കിന് ഞാൻ ഫെയിലായി. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഡേറ്റ് എവിടെയും കിട്ടുന്നില്ല, എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ മാർച്ച് മാസം 27 ഞാൻ ഇവിടെ രാവിലായി വന്നപ്പോഴത്തേക്കും എനിക്കൊരു എക്സാമിന് ഡേറ്റ് കിട്ടി. പിന്നെ കേരളത്തിൽ എഴുതിയ റിസൾട്ട് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേ അതിൻ്റെ റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. അതുപോലെ തന്നെ മറ്റേ ബാംഗ്ലൂർ വെച്ച് എഴുതിയ എക്സാം ഞാൻ 2 പാസ്സായി. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞാൻ വന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പാസ്സായേ പറ്റത്തുള്ളൂ, എനിക്ക് ജർമ്മനിയിൽ പോകണം. അപ്പോൾ എങ്ങനെയാലും ഒന്ന് റിസൾട്ട് വന്നില്ല. എന്ത് ചെയ്താൽ 15 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് 20 ദിവസമായിട്ട് വന്നിട്ടില്ല. എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ചോദിച്ച് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ആവിലയിൽ സാക്ഷ്യം പറയാൻ പറ്റണം, എനിക്ക് റിസൾട്ട് വരണം. അന്ന് വൈകിട്ട് ഒരു 6:45 കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി, ഞാൻ 4 എണ്ണവും പാസ്സായി. എൻ്റെ മാതാവ് എന്നെ ബീറ്റ് പാസ്സാക്കി. ആവില അമ്മയ്ക്കും ബന്ധനായിക്കും കർമ്മല മാതാവിനും 1000 നന്ദി. ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കർത്താവ് വിജയത്തിലെത്തിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.